വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ സെൽ ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൗ മെനി സെൽസ് ആൻഡ് മിയോട്ടിക് ഡിവിഷൻസ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 200 ഡോട്ടർ സെൽസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ലഭിക്കേണ്ടത്, നിങ്ങൾ ആൻസർ ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇവിടെ 200 ഡോട്ടർ സെൽസ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ നമ്മൾക്ക് അറിയുന്നത് ഒരു മിയോസിസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 ഡോട്ടർ സെൽസ് ആണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ 200 മിയോസിസ് അല്ലെങ്കിൽ 200 ഡോട്ടർ സെൽസ് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര മിയോസിസ് നടക്കണം? 200/4 ഈക്വൽ ടു 50 മിയോസിസ് നടക്കണം. 50 മിയോസിസ് നടന്നാലാണ് 200 ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നത്. സോ 50 മിയോസിസ് നടക്കണമെങ്കിൽ അവിടെ എത്ര സെല്ല് വേണം? 50 സെല്ല് വേണം. സോ ആൻസർ വരുന്നത് 50 സെൽസ് ആൻഡ് 50 മിയോസിസ് ആണ്. So next question, consider the following statement. Correct ആയിട്ടുള്ളത് നോക്കാം. നമുക്ക് 1 by 1 ആയിട്ട് ശരിയാണെന്ന് നോക്കി പോകാം. ഒന്നാമത്തേത് autophagy ആണ്. Autophagy is the process in which a cell digests its own damaged organelles using lysosome. നമുക്കറിയാം ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ് അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നൊക്കെ പറയാം അല്ലേ? അപ്പൊ അതിൽ ഓട്ടോ എന്ന് പറയുന്നത് സെൽഫ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ autophagy എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ സെല്ലിന്റെ ഓൺ ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലിന്റെ തന്നെ സ്വന്തം ഡാമേജ്ഡ് ആയിട്ടുള്ള ഓർഗനൽസിനെ സെല്ല് സ്വന്തമായിട്ട് ലൈസോസോംസ് യൂസ് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഓട്ടോഫാജി. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. then രണ്ടാമത്തേത് നോക്കിയേ, ഹെട്രോഫാജി. ഓട്ടോഫാജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ കൊടുത്തേക്കുന്നത് ഹെട്രോഫാജി ഇൻവോൾവ് ഡൈജഷൻ ഓഫ് എക്സ്റ്റേണൽ മെറ്റീരിയൽ ടേക്കൺ ഇൻടു ദ സെൽ ബൈ എൻഡോസൈറ്റോസിസ്. ഓക്കെ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സെല്ലിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഡൈജസ്റ്റ് നടക്കുന്ന പ്രോസസ് ആണ് ഹെട്രോഫാജി. ആ ഒരു പ്രോസസ്സും ശരിയാണ്. then third one, പൈനോസൈറ്റോസിസ് is a type of endocytosis in which solid particles are engulfed by the cell. ഇവിടെ സോളിഡ് ആണ്, ഇല്ല കേട്ടോ. സോളിഡ് പാർട്ടിക്കിൾസ് ആർ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ വരെ ശരിയാണ്. അതായത് പൈനോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എൻഡോസൈറ്റോസിസ്. അതേപോലെ തന്നെ ഫാഗോസൈറ്റോസിസും ഒരു എൻഡോസൈറ്റോസിസ് ആണ്. പക്ഷേ പൈനോസൈറ്റോസിസ് എന്ന് പറയുന്നത് സോളിഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ് ആണോ? അല്ല. പൈനോസൈറ്റോസിസ് എന്ന് പറയുന്നത് മറിച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആണ്. എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള ഫ്ലൂയിഡ് along with the solute particles നെ സെല്ലിന്റെ ഉള്ളിലോട്ട് എൻഡോസൈറ്റോസിസ് വഴി ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് പൈനോസൈറ്റോസിസ്. ഈ ഒരു സോളിഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ് ആണ് ഫാഗോസൈറ്റോസിസ്. അതായത് വലിയ ബാക്ടീരിയോസിനൊക്കെ എൻഗൾഫ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഫാഗോസൈറ്റോസിസ്. സോ ഇവിടെ തേർഡ് ഓപ്ഷൻ തെറ്റാണ്. then last one നോക്കിയേ, lysosomes play a key role in intracellular digestion in both autophagy and heterophagy. കറക്റ്റ് അല്ലേ? ലൈസോസോം ആണ് ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. 1ഉം 2ഉം 4ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, which of the following statements are correct? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോകാം. പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്ലാസ്മ മെംബ്രെയിൻ ഫോളോസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? രണ്ടാമത്തേത്, പ്രോട്ടീൻസ് ആർ എംബഡഡ് ഇൻ എ ലിപ്പിഡ് ബൈലെയർ. പ്രോട്ടീൻസ്, ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് പ്രോട്ടീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. മൂന്നാമത്തേത് നോക്കി, ഫോസ്ഫോലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് വിത്ത് ഹൈഡ്രോഫിലിക് ടെയിൽസ് ഔട്ട്വാർഡ്. ആ ഒരു സ്റ്റേറ്റ്മെന്റേ റോങ് അല്ലേ? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചാൽ ഈ ഒരു ഔട്ട്വാർഡ് ആയിട്ട് കാണുന്ന റീജിയനെ നമ്മൾ പറയുന്ന പേര് ഹെഡ് എന്നാണ് അല്ലേ? ആ ഒരു ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്. ഹെഡ് ആണ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത്. ആ ഹെഡ് റീജിയൻ ആണ് ഔട്ട്വാർഡ് ആയിട്ടുള്ളത്. ഇവിടെ ടെയിലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടെയിലി ഇൻവേർഡ് ആയിട്ട് കാണുന്ന ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റീജിയൻ ആണ്. ഓക്കെ, അപ്പൊ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ, മെംബ്രെയിൻ ഈസ് റിജിഡ് ആൻഡ് സ്റ്റാറ്റിക് ആണോ? ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. സോ നാലാമത്തെ ഓപ്ഷനും തെറ്റാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. then ടെയിൽസ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ് ആൻഡ് ഔട്ട്വാർഡ് അല്ല, ഇൻവേർഡ് ആണ്. മെംബ്രെയിൻ എന്ന് പറയുന്നത് റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. മൈക്രോഫിലമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു സൈറ്റോസ്കെലിറ്റനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്രോഫിലമെന്റ്സ് ആർ ഇൻവോൾവ് ഇൻ സെൽ മോട്ടിലിറ്റി. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. then intermediate filaments provide
ടെൻസൈൽ സ്ട്രെങ്ത് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് സഹായിക്കുന്നുണ്ട്. ദെൻ മൈക്രോട്യൂബ്യൂൾസ് ഹെൽപ്സ് ഇൻ ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട്. ഓക്കെ, മൈക്രോട്യൂബ്യൂൾസ് നമ്മൾ ആ ഒരു ഡൈസറിന്റെ ഒക്കെ എന്താ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് വൺ, all cytoskeleton elements are equally dynamic. ആണോ? equally dynamic അല്ല. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? 1ഉം 2ഉം 3ഉം ഓൺലി ആണ്. കാരണം എന്താ? ഇന്റർമീഡിയറ്റ് മൈക്രോ ഫിലമെന്റ്സിന്റെയും മൈക്രോ ട്യൂബ്യൂൾസിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നതാണ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് എന്ന് പറയുന്നത്. അവ ലെസ് ഡൈനാമിക് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, next, nuclear membrane reappear and chromosomes start decondensing in. ആ ഒരു സെൽ ഡിവിഷൻ ആ ഒരു സ്റ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ന്യൂക്ലിയർ മെംബ്രെയിൻസ് റീഅപ്പിയർ ചെയ്യുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻസ് എന്ന് പറയുന്നത് പ്രോഫേസിലാണ് ഡിസപ്പിയർ ചെയ്യുന്നത്. ആ പ്രോഫേസിൽ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും എന്താ റീഅപ്പിയർ ചെയ്യുന്നത് ഏതിലാണ്? ഏത് സ്റ്റേജിലാണ്? ടീലോഫേസിലാണ്. ഓക്കെ, ടീലോഫേസിലാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്രോമസോംസ് ഒരു ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ചെയ്യുന്നത് മെറ്റാഫേസിലാണ്. അങ്ങനെയുള്ള ചില ടേംസ് ദെൻ ക്രോസിംഗ് ഓവർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ട്രാൻസിഷണൽ വെസിക്കിൾസ് ഒറിജിനേറ്റ് ഫ്രം. എന്താണ് ഈ ട്രാൻസിഷണൽ വെസിക്കിൾസ് എന്ന് വെച്ചാല്? ഒരു ട്രാൻസിഷണൽ വെസിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിന് ട്രാൻസ്പോർട്ട് വെസിക്കിൾസ് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട്. അപ്പൊ ഏതുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പൊ നമുക്കറിയാം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ലിപ്പിഡ്സും പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു സിന്തസൈസ് ചെയ്ത ലിപ്പിഡ്സിന്റെയും പ്രോട്ടീൻസിന്റെയും പാക്കേജിങ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ ഈ ഒരു ലിപ്പിഡ് എങ്ങോട്ടേക്ക് എത്തണം? ഗോൾജി അപ്പാരറ്റസിലോട്ട് എത്തണം. അപ്പൊ ആ ഒരു ഗോൾജി അപ്പാരറ്റസിലോട്ട് എത്തിക്കുന്ന ഒരു സ്റ്റേജ്, ഒരു ബഡ് ഓഫ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഒരു ട്രാൻസിഷണൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള ട്രാൻസിഷണൽ വെസിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ് ഈ ഒരു വെസിക്കിൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. then അത് കണക്ട് ചെയ്യുന്നത് ഗോൾജി അപ്പാരറ്റസിലോട്ടാണ്. നെക്സ്റ്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. then Golgi apparatus is involved in glycosylation of proteins. okay, Golgi apparatus ആണ് പ്രോട്ടീൻസിന്റെ ഫർദർ പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിംഗ് നടത്തുന്നത്. ആ ഒരു പ്രോസസ്സിംഗിന്റെ പ്രോസസ് ആണ് ഗ്ലൈക്കോസൈലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. then രണ്ടാമത്തത്, ഇറ്റ് പ്രൊഡ്യൂസസ് റൈബോസോംസ്. ഗോൾജി അപ്പാരറ്റസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് റൈബോസോംസ്. റൈബോസോംസിനെ ഗോൾജി അപ്പാരറ്റസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഫോംസ് ലൈസോസോംസ്. ലൈസോസോംസ് എന്ന് പറയുന്നത് ഗോൾജി അപ്പാരറ്റസുമായിട്ട് എന്താ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ATP പ്രൊഡക്ഷൻ. അപ്പൊ ആൻസർ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈലേഷൻ, പ്രോട്ടീനിന്റെ ഗ്ലൈക്കോസൈലേഷൻ നടത്തുന്നുണ്ട്. ലൈസോസോംസ് ഫോം ചെയ്യുന്നുണ്ട്. സൂയിസൈഡൽ ബാഗ്സ് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു അസേർഷൻ റിസൺ ക്വസ്റ്റ്യൻ ആണ്. സൈറ്റോസ്കെലിറ്റനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൈക്രോട്യൂബ്യൂൾസിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈറ്റോസ്കെലിറ്റൻ, അപ്പൊ അതിൽ നോക്കാം. മൈക്രോട്യൂബ്യൂൾസ് ആർ ഇൻവോൾവ് ഇൻ ദ മൂവ്മെന്റ്സ് ഓഫ് ക്രോമസോം ഡ്യൂറിങ് സെൽ ഡിവിഷൻ. നമുക്കറിയാം ആ ഒരു മൈറ്റോസിസിന്റെ സ്റ്റേജിലൊക്കെ സ്പിൻഡിൽ അസംബ്ലി എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ആ ഒരു സ്പിൻഡിൽ അസംബ്ലിക്ക് സഹായിക്കുന്ന സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത് മൈക്രോട്യൂബ്യൂൾ ആണ്. ഓക്കെ, രണ്ടാമത്തേത് നോക്കിയേ. മൈക്രോട്യൂബ്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആക്റ്റിൻ പ്രോട്ടീൻസ്. ആണോ? മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്നത് ആക്റ്റിൻ പ്രോട്ടീൻ കൊണ്ടല്ല, ട്യൂബുലിൻ എന്ന് പറയുന്ന മോണോമറിക് പ്രോട്ടീൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ അസേർഷൻ കറക്റ്റ് ആണ് അല്ലെ? അസേർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷെ 6 ഫോൾസ് ആണ്. റീസൺ ഫോൾസ് ആണ്. മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്നത് ട്യൂബുലിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആക്റ്റിനും മയോസിനും മൈക്രോഫിലമെന്റും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് അല്ലെ? Next, the malarial parasites enters RBC by interacting primarily with the dash present on the plasma membrane. RBCയുടെ plasma membraneലുള്ള ആരുമായിട്ട് എന്താ ഇന്ററാക്ട് ചെയ്തിട്ടാണ് മലേറിയൽ പാരസൈറ്റ്സ് RBCയിലോട്ട് കയറുന്നത്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്. ഗ്ലൈക്കോഫോറിൻസ് ആണ്. അതൊരു റിസപ്റ്റർ ആയിട്ട് RBCയിലുള്ള ഒരു റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഗ്ലൈക്കോഫോറിൻസ് ആണ്. Next, which of the following would be affected if glycolipids are removed from the membrane? Plasma membrane glycolipids, പല ടൈപ്പ് ലിപ്പിഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുന്നത് റിമൂവ് ആയി കഴിഞ്ഞാൽ ഏത് പ്രോസസ്സിനെയാണ് മെയിൻലി എഫക്ട് ചെയ്യുന്നത്?
DNA replication, cell recognition, ATP synthesis, ribosome function. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? സെൽ റെക്കഗ്നീഷൻ ആൻഡ് അഡ്ഹഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഗ്ലൈക്കോലിപ്പിഡ്സ്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൈറ്റോസിസ് മെയിൻറ്റെയിൻ ക്രോമസോം നമ്പർ ഇൻ ഡോട്ടർ സെൽസ് അല്ലേ? മൈറ്റോസിസ് എന്ന് പറയുന്നത് ഈക്വൽ ഡിവിഷൻ ആണ്. അപ്പോൾ നമ്പർ എന്ത് ചെയ്യുന്നുണ്ടാവുക? മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ ജെം സെൽസ്. അല്ല, ജെം സെൽസിൽ നടക്കുന്നത് ഏതാണ്? മിയോസിസ് ആണ്. ഓക്കെ, മിയോസിസ് ആണ് ജെം സെൽസിൽ നടക്കുന്നത്. നെക്സ്റ്റ് സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ് ട്യൂബുലിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പിൻഡിൽ ഫൈബർ എന്ന് പറയുന്നത് ഒരു മൈക്രോ ട്യൂബ്യൂൾ ആണ്. മൈക്രോ ട്യൂബ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് ട്യൂബുലിൻ കൊണ്ടാണ്. നെക്സ്റ്റ് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഡ്യൂറിങ് മൈറ്റോസിസ് ആണോ? മൈറ്റോസിസിന്റെ സമയത്തല്ല, മിയോസിസിന്റെ സമയത്താണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 1 and 3 ഓൺലി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. പ്ലാസ്മ മെമ്പറിന്റെ മോഡലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റും ആണ് പറയുന്നത്. ഇവിടെ ആൻസർ നോക്കാം. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കണ്ടുപിടിച്ചത് ആരാണ്? സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. അതേപോലെ തന്നെ സാൻഡ്വിച്ച് മോഡൽ ഡേവ്സൺ ആൻഡ് ഡാനിയലി ആണ്. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറയുന്നത് റോബർട്ട്സൺ തന്നെയാണ്. നെക്സ്റ്റ് ലിപ്പിഡ് ബൈലെയർ മോഡൽ ഗോട്ടർ ആൻഡ് ഗ്രേഞ്ചൽ ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ആൻസർ എ ആണ് വരിക. Next, if a drug inhibit tubulin polymerization, which process is most affected? ട്യൂബുലിന്റെ പോളിമറൈസേഷൻ നടന്നിട്ടുണ്ടാകുന്നത് ഏത് സൈറ്റോസ്കെലിറ്റൻ ആണ്? മൈക്രോ ട്യൂബ്യൂൾ ആണ്. അപ്പൊ ഒരു മൈക്രോ ട്യൂബ്യൂൾ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ എഴുതാൻ വേണ്ടി സാധിക്കും. മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? മൈക്രോ ഫിലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? മൈക്രോ ഫിലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ക്രോമസോം മൂവ്മെന്റ്. നമ്മൾ ആ ഒരു മിയോസിസിന്റെ സമയത്ത് അല്ലെങ്കിൽ മൈറ്റോസിസിന്റെ സമയത്ത് എന്താ ടീലോഫേസിൽ അല്ലെ? അനാഫേസിൽ ആ ഒരു ക്രോമസോംസിന്റെ മൂവ്മെന്റ്, സ്പിൻഡിൽ അസംബ്ലി ഒക്കെ കഴിഞ്ഞിട്ട് ക്രോമസോമിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്നതാണ് ആര്? മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ആ മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ട്യൂബുലിന്റെ പോളിമറൈസേഷൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ബി ആണ്, ക്രോമസോം മൂവ്മെന്റ് ആണ്. നെക്സ്റ്റ് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. കൊളസ്ട്രോൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് ആനിമൽ സെൽ മെംബ്രെയിൻ. വളരെ എന്താ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? രണ്ടാമത്തെ നോക്കിയേ, ഇറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം ആ ഒരു കൊളസ്ട്രോളിന്റെ ലെവൽ അല്ലെങ്കിൽ ടെമ്പറേച്ചറും കൊളസ്ട്രോളും ഒക്കെ തമ്മിലുള്ള കണക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഫ്ലൂയിഡിറ്റി പറയുന്നത്. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. നെക്സ്റ്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ. അപ്പം എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഒപ്പം ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാർബോഹൈഡ്രേറ്റ് ചെയിൻസ് ആർ അറ്റാച്ച്ഡ് ടു ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ. പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻസുമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ദേ ഫോം പാർട്ട് ഓഫ് ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ബാക്ടീരിയയുടെ ഒക്കെ ആ ഒരു സെൽ മെംബ്രെയിൻ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഷുഗർ കോട്ടാണ് അല്ലെ? കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൂടാതെ ഹ്യൂമൻ എപ്പിത്തീലിയൽ സെൽസിലൊക്കെ ഗ്ലൈക്കോകാലിക്സ് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ദേ ആർ മെയിൻലി പ്രസന്റ് ഓൺ ദ സൈറ്റോപ്ലാസ്മിക് സൈഡ്. ഗ്ലൈക്കോകാലിക്സ് മെയിൻ ആയിട്ട് സൈറ്റോപ്ലാസ്മിക് സൈഡിലാണോ? അല്ല, പുറമെ, അതിന്റെ പുറമെ സൈറ്റോപ്ലാസത്തിന്റെ പുറത്തായിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക അല്ലെ? നെക്സ്റ്റ് ദേ ഹെൽപ്സ് ഇൻ സെൽ റെക്കഗ്നിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉം ആണ് കറക്റ്റ്. നെക്സ്റ്റ് why are carbohydrates absent on the inner side of plasma membrane? plasma membrane ന്റെ outer side ലായിട്ടാണ് ലിപ്പിഡ് പ്രോട്ടീനുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കാണുന്നത്. അതിന്റെ കാരണം എന്താണ്? ലാക്ക് ഓഫ് എൻസൈംസ് ആണോ? മെംബ്രെയിൻ അസിമെട്രി ആണോ? ഏതാണ് വരിക? മെംബ്രെയിൻ അസിമെട്രി ആണ്. അസിമെട്രിക് നേച്ചർ ഓഫ് ദ മെംബ്രെയിൻ കാരണമാണ് കാർബോഹൈഡ്രേറ്റ്സ് പ്ലാസ്മ മെംബ്രെയിന്റെ ഇന്നർ സൈഡിൽ കാണാത്തത്.
Next, which of the following is associated with cell-to-cell adhesion in animal tissues? ഇങ്ങനെയുള്ള കുറേ ടേംസ് ഉണ്ട്. അതൊക്കെ ഡിക്റ്റോസ് ടേംസ് ഒക്കെ പോലുള്ള കുറേ ടേംസ് ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതില് സെൽ ടു സെൽ അഡെഷൻ എന്ന് പറയുന്നത് ഡെസ്മോസോംസ് ആണ്. ഓക്കെ, ഡെസ്മോസോംസ് ആണ്. ഓക്കെ, പെറോക്സിസോം എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ആണ്. ദെൻ ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡൈജഷൻ ഓഫ് ദ സെല്ലാണ്, അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗ് ആണെന്നൊക്കെ പറയാം. ഓക്കെ, next, which of the following structure is located on the inner side of nuclear envelope and often confused with membrane component? ഒരു membrane component ആണ് എന്ന് കൺഫ്യൂസ് ചെയ്യത്തക്ക വിധം ന്യൂക്ലിയർ എൻവലപ്പിന്റെ ഇൻസൈഡ് ആയിട്ട് കാണുന്ന സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഫൈബ്രസ് ലാമിനിയാണ്. ഓക്കെ, ഫൈബ്രസ് ലാമിനിയാണ്. നെക്സ്റ്റ്, അത് പറയുമ്പോൾ നിങ്ങൾ ഡിക്റ്റിയോസ്റ്റോമി എന്നുള്ള ഒരു ടേം പഠിക്കണം. ഓക്കെ, ഡിക്റ്റിയോസ്റ്റോമി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡിക്റ്റിയോസ്റ്റോമി എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റോക്ക് ഓഫ് ഗോൾജി അപ്പാറ്റസ് ആണ്. പ്ലാന്റിൽ കാണുന്ന സിംഗിൾ സ്റ്റോക്ക് ഓഫ് ഗോൾജി അപ്പാറ്റസ് അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്ലാന്റിൽ കാണുന്ന സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിക്റ്റിയോസ്റ്റോം ആണ്. ഓക്കെ, ഡിക്റ്റിയോസ്റ്റോം ആണ്. നെക്സ്റ്റ് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. Supernumerary chromosomes are not essential for survival of an organism. Okay, നമുക്കറിയാം കാരണം. റീസൺ നോക്കിയേ, they are additional chromosome, not part of the standard genome set. Supernumerary എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള സെറ്റ് ഓഫ് ക്രോമസോംസിനേക്കാളും എക്സ്ട്രാ വരുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു സർവൈവലുമായിട്ട് ഈ ഒരു സൂപ്പർ ന്യൂമററി ക്രോമസോംസിന് യാതൊരുവിധ റോളും ഇല്ല. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന റീസണും അസേർഷനും കറക്റ്റ് ആണ്. The last question, Nissl bodies അല്ലെങ്കിൽ NU ബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമത്തെ നോക്കി, Nissl bodies are sites of protein synthesis. അത് കറക്റ്റ് ആണ്. The next, they are present in neurons അല്ലെ, ന്യൂറോൺസിലാണ് Nissl bodies കാണുന്നത്. They are absent in axon hillock. They are absent in axon hillock. ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. They are composed of mitochondria. Nissl bodiesൽ മൈറ്റോകോൺട്രിയ ഇല്ല. മൈറ്റോകോൺട്രിയ ആബ്സെന്റ് ആണ്. സോ ആൻസർ ഏതാണ് വരിക? 1, 2 and 3 ആണ് കറക്റ്റ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബുക്സ് ഒക്കെ ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം മറ്റു ചില ലിങ്ക്സും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക? ഷോപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.